ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുസ്മരണ ദിവസമാണ്. അന്ന് അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ അൾത്താരയിൽ കയറി 1 മിനിറ്റ് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ടാകും. ഒരു ഗ്രൂപ്പിന് നമ്മളത് ഇതിലേ കൂടി കയറിയിട്ട് നടുക്ക് കൂടിയാണ് വരണത്. ഈ എൻട്രൻസിലൂടെ റോപ്പിട്ട് തിരിച്ചിട്ട് അതിലേ കൂടെ കയറി അൾത്താരയുടെ നടുവാതിലൂടെ മാതാവിൻ്റെ അടുത്ത് എത്തി അമ്മയെ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരവസരമാണ്. 1 മിനിറ്റാണ് നിങ്ങളുടെ ടൈം. നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാം പറയാൻ നിൽക്കരുത്. എല്ലാം പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും വേണം. അമ്മയെ തൊടാനുള്ള സമയം മാത്രമാണ് ഇവിടെ കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഇരിക്കാൻ ആർക്കും അനുവാദമില്ല. നമ്മൾ പിന്നീട് ഉടനെ ഞായറാഴ്ച കാരണം ഉടനെ കുർബാനയ്ക്ക് പോയിരിക്കും. രാവിലെ മുതൽ വൈകുന്നേരം കുർബാന വെച്ചിട്ടുണ്ട്. ഇവിടെ അല്ല വെച്ചിരിക്കുന്നത്, നമ്മുടെ മരിയൻ ഗാർഡൻസിലാണ്. ഈ വാതിക്ക് ഇതിലെ കൂടി തന്നെ പോകുമ്പോൾ, വണ്ടിക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ സൈഡ് തിരിഞ്ഞ് ശ്രദ്ധിച്ചേ പോകാവൂ. ശാന്തമായിട്ട് പരക്കാനൊന്നും പയരുത്. അതായത് നമ്മളിവിടെ വെച്ച് നമുക്ക് അവിടെ ചില മരിയൻ വാരിയുണ്ട്. 10 മണി തൊട്ട് അവിടെ നിന്ന് കഞ്ഞി കൊടുക്കാൻ തുടങ്ങും. നിറച്ച കഞ്ഞി കൊടുക്കും. മരിയൻ വാലിൻ്റെ അപ്പുറത്താണ് അത് നമ്മളുടെ സ്ഥലമാണ്. മരിയൻ വാലിൻ്റെ അപ്പുറത്ത് നമുക്ക് മരിയൻ ഗാർഡൻസ് ഉണ്ട്. അവിടെ നമുക്ക് ആരാധനയ്ക്ക് സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോയിട്ട് മരിയൻ വാലിയിൽ 10 മണിക്ക് മുമ്പാണെങ്കിൽ നേരെ രാവിലെ മരിയൻ വാലിയിൽ 10 മണി തൊട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. കാര്യം ഞായറാഴ്ചയത് കാരണം നമുക്ക് ഇവിടെ നടക്കത്തില്ല. ഇവിടെ നമുക്ക് കുർബാന ഒന്നും നടക്കത്തില്ല, ആരാധനയും നടക്കത്തില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അലുവ വരെ കിട്ടിക്കണ പോലെ ആൾക്കാർ ശ്വാസം മുട്ടി അകത്തോട്ടും പോകാൻ പറ്റത്തില്ല, പുറത്തോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഞായറാഴ്ച വരുമ്പോൾ നിങ്ങൾ വിട്ടുപോരുന്ന ആൾക്കാർക്ക് കുർബാന വേണ്ടേ, അതുകൊണ്ട് നമ്മൾ കുർബാന അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 മണിക്ക് ആരാധനയാണ്. നമ്മുടെ അമ്മ പ്രത്യക്ഷപ്പെട്ട അതേ സമയത്ത് ആരാധനയാണ് നടക്കുന്നത്. ഇതുപോലുള്ള ഇവിടെ ആരാധന ഇല്ല അടുത്ത ഞായറാഴ്ച. അതിന് പകരം 2 മണിക്ക് അവിടെ വെച്ചേക്കുന്ന ആരാധന മരിയൻ ഗാർഡൻസിൽ. അതെല്ലാം റോഡിൻ്റെ കിഴക്കുവശത്താണ് കേട്ടോ, ഓർത്തേക്കണം. അപ്പം ഇവിടെ ഡിസംബർ 1-ാം തീയതി മുതൽ വൈകുന്നേരം നന്ദി ആരാധനയുണ്ട്. അത് ഓൺലൈനിൽ കിട്ടും നിങ്ങൾക്ക് നന്ദി ആരാധന. അപ്പോൾ 7 ദിവസം ഡിസംബർ 1-ാം തീയതി തൊട്ട് 7-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ 7-ാം തീയതി ഇവിടെ വന്ന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് അമ്മയെ കണ്ട് പ്രാർത്ഥിച്ച് അമ്മയെ കണ്ടിട്ട് നേരെ മരിയൻ വാരി വന്ന് അവിടുന്ന് കഞ്ഞിയും കുടിച്ച് നേരെ മരിയൻ ഗാർഡൻസിൽ വന്ന് കുർബാനയോ ആരാധനയോ എന്താണ് കൂടിയിട്ട് ആരുടെ സമയം വെളിപ്പെടുത്തിയിരിക്കുക. അത് 8 മണി വരെ കുർബാനയുണ്ട്, രാത്രി 8 മണി വരെ കുർബാനയുണ്ട്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 8 മണിക്ക് കുർബാന ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അത് ആ സമയത്ത് അറിയാൻ പറ്റത്ത ആൾക്കാർ വരുന്നു പോകുന്നു. ചില സമയത്ത് ആൾക്കാർ നേരത്തെ വന്ന് പോകുമായിരിക്കും. വന്ന് പോകുന്ന കാരണം പിന്നെ ഒരിക്കലും റോഡൊന്നും ക്രോസ് ചെയ്യാത്ത രീതിയിൽ തന്നെ നിങ്ങൾ വണ്ടിയൊക്കെ ഇടണം, റോഡ് ക്രോസ് ചെയ്യാതിരിക്കാൻ. പോലീസിന് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കാര്യം എപ്പോഴായാലും ഇത് ആൾക്കാർ ഡിസംബർ 7-ാം തീയതി നമ്മൾ പറഞ്ഞില്ലെങ്കിലും ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ ചെയ്യണത് ട്രാഫിക് കുഴപ്പമുണ്ടാകാതിരിക്കാൻ നോക്കുന്നത്. ഞങ്ങൾ വിളിച്ച ആൾക്കാരെ വരുത്തുകയല്ല. ഡിസംബർ 7-ാം തീയതി എല്ലാ കൊല്ലവും ആൾക്കാർ വരണതാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ ഓരോരുത്തർ കട്ട കൂടി നിൽക്കാതിരിക്കാനും ട്രാഫിക് പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കുർബാനയുടെ സ്ഥലമൊക്കെ മാറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഇവിടെ തന്നെ തങ്ങി നിന്നിട്ട് ആർക്കും കൂടാനും പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഭയങ്കര ഉന്ത് തള്ളും. ആൾക്കാർ വന്ന ചൈതന്യത്തിനെ പോയി ആൾക്കാരുടെ കാര്യം കഷ്ടപ്പെട്ട് അകലെന്നൊക്കെ വന്നതല്ലേ. അപ്പോൾ അവർക്ക് മാതാവിനെ കാണണമെന്നുള്ള ചിന്ത വരുമ്പോൾ അകത്തുള്ളവർ പോകത്തുമില്ല. ഇപ്രാവശ്യം ആരെയും ഇവിടെ ഇരുത്തത്തൊന്നുമില്ല കേട്ടോ.
അത് ഓർത്തേക്കണം. ആരും ഇവിടെ ഇരിക്കാൻ നോക്കരുത്. വന്ന് ആ 1 മിനിറ്റ് കൊണ്ട് ആൾ പുറത്ത് പോയേക്കണം. അപ്പം നിങ്ങൾ നേരത്തെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം വന്ന് 2 കൈ അമ്മയെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട് നേരെ ഇറങ്ങി ഇതിലേക്കൂടെ ഇറങ്ങിയിട്ട് തെക്കേ വാതിക്കൽ കൂടി നമ്മൾ പുറത്തേക്ക് പോയിട്ട് നേരെ മരിയ വയലിലേക്ക് പോകുന്നു. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്.